Yeah. It feels like in the forest. Going for a walk. I like the style of the bathrooms. Yeah, it's not bad. It's not bad. ഇത് മാസ്റ്റർ ബെഡ്റൂം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഈ എന്താ പറയുക ഡ്രസ്സിങ് റൂമുണ്ട്. കുളിക്കാനുള്ള സ്ഥലം, ചെറിയ ടോയ്ലറ്റും, പിന്നെ ഷവർ കൈ കഴുകാനുള്ള സ്ഥലം 2 വെച്ചിട്ട് വിശാലാക്കിയേക്കണം. ചെറിയ ടോയ്ലറ്റും കുളിക്കാനുള്ള സ്ഥലം സ്പേസ് ചെറുതാണ്. ബാൽക്കണിയാണ്. ഈ ഓപ്പോസിറ്റ് ബാൽക്കണിയിൽ നിന്ന് ഇപ്പോൾ നേരത്തെ എൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന സ്കൂളാണ് ഇവിടുത്തെ പബ്ലിക് സ്കൂൾ, ഡാര സ്റ്റേറ്റ് സ്കൂള്. ഇത് പിന്നെ വരുന്ന ഒരു ഫ്രീ ഏരിയ. അപ്പോൾ ഒരു ബെഡ്റൂം മുകളിലെ നിലയുണ്ടത് ഫ്ലോറ്. ഇവിടെ കോമൺ ടോയ്ലറ്റ്. അപ്പോൾ കോമൺ ടോയ്ലറ്റിൽ ഇതുമുണ്ട്, കുളിക്കുന്ന 2 സ്ഥലമുണ്ട്, ടോയ്ലറ്റ് ഉണ്ട്, പിന്നെ ഷവർ ഹെഡ് ഒരെണ്ണം ഉള്ളത്. എന്നിട്ട് അവിടുന്ന് സെക്കൻഡ് റൂം മുകളിലെ സെക്കൻഡ് റൂമിൽ നിന്ന് അപ്പർ സൈഡൊക്കെ വീടാണ്. പുതിയ വീടുകളുടെ ഏരിയയാണ്. വലിയ റൂമല്ല, ചെറിയ റൂമാണ്. തേർഡ് റൂം ഒരു ബേസിക്കലി സ്റ്റഡി റൂമാണ്. സെക്കൻഡ് റൂമിൽ കബോർഡ് ഉണ്ടായിരുന്നു, ഇതിനകത്ത് കബോർഡൊന്നുമില്ല. ചെറിയൊരു സ്റ്റഡി റൂമാണ് ബേസിക്കലി. ഇപ്പോൾ ഇവിടെ വരെ കട്ടിൽ വെച്ചേക്കുന്നു. ബേസിക്കലി അതൊരു സ്റ്റഡി റൂമാണ്. ഇവിടെ ഈ റെൻറ്റിന് പല ആളുകൾക്ക് കൊടുത്തിട്ട് താമസിക്കുന്നതാണെന്ന് തോന്നുന്നു. പല ആളുകൾ റെൻറ്റിന് താമസിക്കും, പല മുറികളൊക്കെ ഉള്ളതുകൊണ്ട്. ഇൻവെസ്റ്റർമാർക്ക് നല്ലൊരു പ്രോപ്പർട്ടിയാണ്. ഇവിടെ ഒരു കബോർഡുണ്ട്, തുറക്കാൻ പറ്റില്ല, ഇവിടെ ആൾ താമസിക്കുന്നുണ്ട്. ഇവിടെ തേർഡ് റൂം അത്യാവശ്യം മോഡറേറ്റുള്ള ഒരു റൂം, ഭയങ്കര വലുതല്ല, കാർപ്പറ്റാണ്. ഇതും കബോർഡുണ്ട്. കബോർഡ് 2 തട്ട്, പിന്നെ ബാക്കിയുള്ള കമ്പിൾ വയ്ക്കേണ്ടി വരും. അപ്പോൾ 3 റൂം മുകളിലുണ്ട്. 3 അല്ല 4 റൂം. അത് മാസ്റ്റർ ബെഡ്റൂം, പിന്നെ ഒരു സൈഡിൽ 3 മുകളിൽ, പിന്നെ ഒരു ടോയ്ലറ്റ്, കോമൺ ടോയ്ലറ്റ്, പിന്നെ ഇത്, പിന്നെ ബാൽക്കണി. ഫ്രണ്ടിൽ റോഡാണ്, സ്കൂളാണ്. പിന്നെ സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്നു. സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്നു. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കയറി വരുന്ന ഭാഗമാണത്. ഇവിടെ ഒരു റൂമുണ്ട്. ഇവിടെ ഒരു റൂം ഫ്രണ്ടിൽ കയറി വരുന്നതോടെ തന്നെ താഴെ ഒരു പ്രായമൊക്കെ എന്തെങ്കിലും ആളുകൾക്ക് താമസിക്കാൻ പറ്റിയ റൂമാണ്. ഇതൊരു ഈ ലെഫ്റ്റ് സൈഡിൽ ആദ്യം കാണുന്നത് കബോർഡ്, ആ റൈറ്റ് കോർണറിൽ കാണുന്ന ഒരു സ്റ്റോർ റൂമാണ്. ഇവിടെ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ സ്റ്റോർ റൂം. അത് നല്ലൊരു സ്റ്റോറിങ് ഏരിയ ആയിട്ട് തന്നെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. കാർപ്പറ്റാണ് മുകളിൽ, താഴെ ടൈല്. അപ്പോൾ അത് ഇവിടെ നിന്ന് വന്നു. അത് ചെറിയ താഴെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഷവർ ഹെഡ്, ഡൈനിങ് ഏരിയ. ഇതൊരു ഷവർ ഏരിയയും കൂടി വെച്ചിട്ടുണ്ട്. അത്ര മെയിൻറ്റെയിൻ ചെയ്യില്ല, വാടകയ്ക്ക് പോയിട്ട് ചുമ്മാ പൂതറ വാടകയ്ക്ക് കൊടുത്തേക്കണേ. ഒരു മെയിൻ്റനൻസ് ഉണ്ട്. അത് മുകളിൽ ഇരുമ്പ് വെച്ചിട്ട്, ഇത് ഗ്ലാസ് ഉണ്ടെങ്കിൽ ഇവിടെ ഗ്ലാസ് ഡോർ കൊടുക്കും. അപ്പം നമുക്ക് പിന്നീട് വേണ്ടി ചെയ്യാവുന്നുള്ളൂ, വേണമെന്നുണ്ടെങ്കിൽ. ഒരു കട്ടന്മയാണ് അത് മെയിൻറ്റെയിൻ ചെയ്തേക്കണേ. പക്ഷേ ഇതിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഗാരേജ് മുഴുവൻ സാധനങ്ങളായിട്ട് വിട്ടിരിക്കും, പല ആളുകളുടെ വാടകയ്ക്കായതുകൊണ്ട്. കുട്ടികളടക്കമുള്ള ഫാമിലി അടക്കം ഉണ്ടെന്നുണ്ട്. ഭയങ്കര സ്മോക്കി സ്മെല്ലും ഉണ്ട്. ഇത് നമ്മുടെ പാഡൊക്കെ ഇരിക്കണം. അത് പ്രായമുള്ള ആളുടെയാണ്. ഇവിടുന്ന് ഈ വാഷ്റൂമിൽ നിന്ന് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഒരു സൈഡ്, ഫ്രണ്ടിൽ നിന്ന് വന്നത് ഇത് ബാക്കിൽ നിന്ന് ഇങ്ങനെ അവിടെ അപ്പുറത്തെ സൈഡിൽ നിന്ന് കാണിക്കാം, ബാക്കിൽ ഇങ്ങനെ. അപ്പോൾ ഇവിടെ ഒന്നും സ്പേസ് ഇല്ല. 400 സ്ഥലമാണ്. ഈ സ്ഥലം മുഴുവൻ വീടാണ്. ലാൻഡ് സ്പേസ് കുറവാണ് കാണുന്നത്. വാഷ് ബേസിന് പുറത്തു നിന്ന് ടോയ്ലറ്റ് ഉണ്ട്. ഇവിടെ മെയിൻ ഹോൾ, കിച്ചൺ. ഹോൾ വലിയ ഹോളാണ്, നല്ല ഹോളാണ്, വലിപ്പമുണ്ട്. ടി വി ഒക്കെ വയ്ക്കാനുള്ള സ്ഥലം തന്നെ അപ്പുറത്തുണ്ട്, മനസ്സിലായോ? പിന്നെ കിച്ചൺ ഇതാണ്. ഇവിടെ ഡൈനിങ് ഏരിയ ഉണ്ട്, വലിയ ഫാമിലി ഏരിയയും ഡൈനിങ്ങും ഉണ്ട്. വലിയ കിച്ചണാണ്. ഇച്ചിരി മെയിൻ്റനൻസ് കുറവുണ്ട്.
ഡിഷ് വാഷില്ല, നമ്മൾ 300-400 വാങ്ങിച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ ഇത് കുക്കിംഗ് ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ ഇവിടുത്തെ ഇത് പോയിട്ടുണ്ട്. പക്ഷെ നല്ല ഓവനാണ്, പഴക്കം 10 വർഷത്താകുമ്പോൾ. ഇത് കിച്ചൺ, ഇതാണ് ഹോൾ കിച്ചൺ. പിന്നെ ഇവിടെ ആൽഫസ് പോലത്തെ പോട്ടി പോലത്തെ ഒരു ഏരിയ. ഇത് ഇങ്ങനെ സാധനങ്ങൾ ഡംപ് ചെയ്തേക്കാണ്. ഇവിടുന്ന് പുറത്തേക്ക് വന്നു ഇവിടേക്ക് ബാക്കിലേക്കാണിത്, പിന്നെ സൈഡിലേക്ക് നേരത്തെ വന്ന് കാണിച്ച ഏരിയ. ഇത് വലിയ പണിയില്ല, അത്യാവശ്യം ചെറിയ പാച്ചപ്പോർക്ക് നമുക്ക് തൽക്കാലത്തേക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഓടിച്ചാൽ മതി. എന്തെങ്കിലും വിൽക്കണമെന്ന് പറഞ്ഞ് ചെറിയ പാച്ചപ്പോർക്ക് നടത്തിയാൽ മതി. ഇവിടെ ഈ സൈഡ് ബാക്കിലും മിറ്റം ഇത്രേ ഉള്ളൂ, മിറ്റം തീരെയില്ല കണ്ടത്. പിന്നെ ഇവിടുത്തെ ഇത് ചെറുതായിട്ടൊന്ന് പൊട്ടി വിടണം, അതൊക്കെ ഒരു പോലും വാങ്ങിച്ച് ഇത് അടിച്ചാൽ മതി, സാധനം കാണിച്ചോളൂ. ഇപ്പുറത്തെ മതിലല്ല സ്റ്റൈലിഷ് മതിലാണ്, ഇപ്പുറത്തെ മതിൽ ഫ്രണ്ടിലെ മതിലും വേണ്ട. വാട്ടർ ഹീറ്റർ ഇവിടെ 2 ചെറിയ അത്ര ഒരു ഏരിയ മാത്രമേ പച്ചക്കറി വയ്ക്കാനായിട്ട് വെച്ചുള്ളൂ. ഫുൾ എയർ കണ്ടീഷനാണ്. ഇവിടെയൊക്കെ ചരലിട്ട് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് മെയിൻറ്റെയിൻ ചെയ്യാത്തൊരു കുഴപ്പമുള്ളൂ. ഇപ്പോൾ അവിടെ കണ്ട നേരെ സായപ്പന്മാരും ഇവിടെ ഒരു പപ്പായയും വേണ്ട നട്ടാണ്. വലിയതായിട്ട് നടാനൊന്നും പറ്റില്ല. ലാൻഡ് ഈ 400 വീട് വന്നേക്കാണ് ഭൂരിപക്ഷം, വലിയ വീട് വന്നേക്കാണ് ലാൻഡ് മുഴുവൻ. അപ്പോൾ അതാണ് ഒരു ഇതുള്ളത്. തുണി ഉണക്കാനായിട്ട് സെപ്പറേറ്റ് സ്ഥലം വെച്ചിട്ടില്ല എന്നുള്ളത്, ചെറുതോരം സെറ്റപ്പ് ചെയ്തത്. അതൊക്കെ നിസ്സാരം കാര്യങ്ങളുള്ളൂ, നല്ല വിലയ്ക്ക് കിട്ടിയ. ഇതെന്താണോ അവിടെ ഒരു ഡ്രൈനേജ് പോലത്തെ സാധനം? ഇത് സിമെൻ്റ് എന്തെങ്കിലും മേലെ വല്ല എന്തെങ്കിലും ആണോ എന്ന് അറിഞ്ഞൂടാ, സാധനം വെച്ചിട്ടുണ്ട്. അതൊന്ന് ഒരു സാധനം മാത്രം, അത് എന്താണെന്ന് അറിയണം. തെറ്റില്ലാത്ത വീടാണ്, നല്ല വിശാലമായ ഹോളും മിറ്റുമില്ല എന്നുള്ള കുഴപ്പമുള്ളൂ. കിച്ചന് ഒരു കബോർഡ് അവിടെ, ഒരു കബോർഡ് ഓർമ്മയുള്ളൂ, കബോർഡ് കുറവാണ് എന്നാലും ഓക്കെ. മുകളിലെ കബോർഡേ ഉള്ളൂ, ഒരൊറ്റ കബോർഡ് തുറക്കാൻ പറ്റില്ല. അത് അല്പം അധികം വിശാലത ഉണ്ടാവില്ല. ഇപ്പം ഇവിടെ നിലവിലുള്ള വീടിൻ്റെയൊക്കെ ഇച്ചിരി ആ ലെവലിൽ ഇച്ചിരി വലുപ്പമുണ്ടാവും. ഇത് വീടിൻ്റെ കൂടെയുള്ള ഫർണിച്ചർ ഭാഗമാണോന്ന് അറിഞ്ഞൂടാ ഈ സാധനം. ഈ സാധനം ഇവരൊക്കെ ഈ കള്ളു കുടിക്കാനായിട്ട് വീണ്ടും കൂടെ ഉള്ളതാവും, ഈ കള്ളു കുടിക്കാനായിട്ട്. അതൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ ഭംഗിയുണ്ടാവും. ഒരു ബാറ് പോലെ സെറ്റ് ചെയ്യുന്നത്. ഇതാണ് വീടിൻ്റെ അവസ്ഥ. ഫ്രണ്ട് കാണിക്കാം. 6 bed, 1.75 sold for. Dara had. You know, in Oxley the other day, house we got to knock it down. Caution 600 meters. Industrial, knock it down. ഇതിൻ്റെ ഗേറ്റ് ഇരുമ്പിൻ്റെ ഗേറ്റ്, അത് റിമോട്ട് കൺട്രോൾ അല്ല. പണ്ട് റിമോട്ട് കൺട്രോൾ ഉണ്ടായിരുന്നതാണെന്ന് തോന്നുന്നു, ഇപ്പോൾ റിമോട്ട് കൺട്രോൾ ഇല്ല ഈ ആടേക്ക് താമസിച്ചിട്ട്. അതൊക്കെ നമുക്ക് ഒന്ന് ഫിറ്റ് ചെയ്താൽ മതി. ഇതായിരിക്കും വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. ഇതാണ് അവസ്ഥ.